ഇപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കലിൽ നിന്ന് റമീസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് അർജുൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന്. റമീസ്, ഇന്നലെ വൈകുന്നേരം അർജുൻ്റെ കുടുംബം നമ്മളോട് സംസാരിക്കുന്നത് കണ്ടതാണ്. അമ്മയൊക്കെ ഏറെ സങ്കടത്തോടെ പറയുന്ന വാക്കുകൾ നമ്മൾക്ക് ഏറെ വിഷമമാണ് ഉണ്ടാക്കിയത്. കാരണം അത്രമാത്രം വേദനിച്ചാണ് അമ്മ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ആ വേദന പങ്കുവയ്ക്കുകയാണ്. കാരണം നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ എന്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടും അവർ തീർത്തും അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല, അങ്ങോട്ടേക്ക് ആളെ കയറ്റി വിടുന്നില്ല. അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനു പറഞ്ഞതുപോലെ തന്നെ വലിയ വേദനയോടുകൂടിയുള്ള ഒരു പ്രതികരണം ഇന്നലെ കുടുംബം നടത്തി. അതിനുശേഷം പിന്നീട് അവരാരും തന്നെ മാധ്യമങ്ങളെ കാണാനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. കർണാടകയിലെ അങ്കോളയിൽ വീണ്ടും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കും, അല്ലെങ്കിൽ സൈന്യം തിരിച്ചു പോവില്ല എന്നൊരു വാർത്ത നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതീക്ഷ ആ കുടുംബത്തിന് ഇത്രയും കാലം ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ നിലവിൽ ആ കുടുംബത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പ്രധാനമായും ഈ തുടരുന്ന രക്ഷാദൗത്യ രീതികൾ തന്നെയാണ്. മനു പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോഴും അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു അലംഭാവം അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് തന്നെയാണ് കുടുംബത്തിന് നിരാശയും നൽകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും നിരാശയും വേദനയും തന്നെയാണ് കുടുംബം ഇന്നലെ മാധ്യമങ്ങളോടടക്കം പങ്കുവച്ചത്. ജീവിക്കുന്നത് അഫ്ഗാൻ പോലെ ഒരു രാജ്യത്താണെന്ന് തോന്നുന്നു, കേരളത്തിൽ മാത്രമാണ് ഇനിയൊരു പ്രതീക്ഷ എന്നാണ് കുടുംബം പറഞ്ഞത്. ഈ അർജുന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിൽ കർണാടക സർക്കാർ കാണിക്കുന്ന ഒരു അലംഭാവത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് തന്നെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. CITയുടെ നേതൃത്വത്തിലും മറ്റും പ്രതിഷേധ കൂട്ടായ്മകൾ ജില്ലയിൽ ഇന്നലെ പലയിടങ്ങളിലായി നടന്നിരുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള 2 MLA മാർ, ലിൻഡോ ജോസഫ് MLA-യും സച്ചിൻ ദേവ് MLA-യും ഇന്നലെ രാത്രി തന്നെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മാത്രമല്ല, കേരളത്തിൽ നിന്ന് തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും മറ്റും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊക്കെയും തന്നെ അവിടത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് സാധാരണ നമ്മൾ കാണുന്നതാണ്. ഒരു അപകടം നടന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ പരമാവധി സഹായങ്ങളും സന്നാഹങ്ങളും അവിടെ എത്തിച്ച് അവിടെ രക്ഷാദൗത്യത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ആണ് പലരും ശ്രമിക്കുന്നതെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് കുടുംബത്തിനൊരു നിരാശ ഉണ്ടാക്കുന്നതിനും കാരണം. എങ്കിലും പുതിയൊരു സിഗ്നൽ ലഭിച്ചു എന്നുള്ളതും സൈന്യം വീണ്ടും ഗംഗാവലി പുഴയിൽ പരിശോധന തുടരും എന്നുള്ളതും ചെറിയൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. മനു. ശരി, ഓക്കെ. റമീസാണ് ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.